ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്കവർക്കെല്ലാം ഓർമ്മയുണ്ടാവും, കോട്ടയത്തുള്ള കെവിൻ എന്ന് പറയുന്ന ഒരു കുട്ടി കൊല്ലപ്പെട്ടിരുന്നു. ആ കൊല്ലപ്പെടാൻ കാരണം മറ്റൊരു പ്രണയമുണ്ടാവുകയും മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ളൊരു കൊലപാതകം ഉണ്ടായത്. ആ കൊലപാതകത്തെ നമ്മളെല്ലാവരും വിളിച്ചത് ദുരഭിമാന കൊല എന്നുള്ളതാണ്. അന്ന് കേരളം മുഴുവൻ ഞെട്ടിയതാണ്. യഥാർത്ഥത്തിൽ അതിനുശേഷം സിദ്ധാർത്ഥ് എന്ന് പറയുന്നൊരു പയ്യനെ വയനാടുള്ള ഒരു കോളേജിൽ വെച്ചിട്ട് 3 ദിവസം അതിക്രൂരമായി പീഡിപ്പിക്കുകയും കഴുത്തിൽ കമ്പി മുറുക്കി വലിഞ്ഞു മുറുക്കുകയും വലിയ റാഗിങ് ഉണ്ടാവുകയും അന്ന് കോളേജ് അധികൃതർ വളരെ നിസ്സഹകരണ മനോഭാവം, അത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു മനോഭാവം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് കേരളം മുഴുവൻ ഞെട്ടിയതാണ്. ഇന്ന് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരം എന്ന് നമുക്ക് വിളിക്കാവുന്ന മറ്റൊരു കാര്യം കൂടി കേരളത്തിലേക്ക് പടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്കറിയാം, 22 വയസ്സുള്ള ഒരു ദളിത് പയ്യൻ, ആ പയ്യൻ നിതിൻ എന്ന് പറയുന്ന പയ്യൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന പയ്യനാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിൽ ബാച്ചലർ ഓഫ് ഡെൻ്റൽ സർജറി എന്ന് പറയുന്ന BDS എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. ഫസ്റ്റ് ഇയർ ആയിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ദന്ത ഡോക്ടർ ആകേണ്ടിയിരുന്ന ഒരു പയ്യനാണ്. അമ്മയും അച്ഛനും ഒക്കെ കൂലിപ്പണിക്കാരാണ്. വളരെ സാധാരണക്കാരായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. കൂടാതെ ഒരു ദളിത് വംശജനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദളിത് മത വിഭാഗത്തിലുള്ള ഒരാളെ ഈ കഴിഞ്ഞ ദിവസം ആ ബിൽഡിങ്ങിൽ നിന്ന്, അതായത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്ങിൽ നിന്നും എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, അതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത്, നിരവധി കാരണങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കാരണമെന്ന് പറയുന്നത് ലോൺ എടുത്തതാണ്. ഒരു ലോൺ ആപ്പ് വഴി ലോൺ എടുത്തു. അതൊരു ചെറിയ കാരണമാണ്. വലിയ കാരണത്തിലേക്ക് ഞാൻ വരാം. ലോൺ ആപ്പ് വഴി ഒരു ലോൺ എടുത്തിരുന്നു. അത് കേവലം ഒരു 14,000 രൂപയുടെ ലോണായിരുന്നു. ആ 14,000 രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, സാധാരണ ഈ ലോൺ ആപ്പുകളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ ലോൺ കൊടുക്കും. ആ ലോൺ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിലേക്കുള്ള ആക്സസ് അവർ മേടിക്കും. ഈ ലോൺ കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ ആക്സസ് മേടിക്കുകയും നിങ്ങൾ നിരന്തരമായി വിളിക്കുന്ന ആളുകൾക്ക് വളരെ അശ്ലീല സന്ദേശങ്ങൾ നിങ്ങളുടേതാണെന്നുള്ള പേരിൽ അയക്കുകയും അങ്ങനെ നിങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കി തിരികെ പണം മേടിക്കുകയും കൊള്ളപ്പലിശ മേടിക്കുകയോ ചെയ്യുന്നതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിക്കേണ്ട ഒരു സംവിധാനമാണ്. കർശനമായിട്ടുള്ള നടപടി എടുക്കേണ്ടതാണ്. കാരണം ഈ കേസിൽ പോലും നിതിൻ്റെ അമ്മയുടെ പേരും അതുപോലെ അവിടുത്തെ ഒരു ടീച്ചറുടെ പേരും ഒന്നായിരുന്നതുകൊണ്ട് അത്തരത്തിൽ ആളുകൾക്ക് മെസ്സേജ് അയച്ചതാണ് എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഈ ടീച്ചറുടെ ഫോൺ നമ്പർ ബോധപൂർവം നിതിൻ കൊടുത്തതാണ് എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, പോലീസ് എന്ത് ചെയ്യട്ടെ, അന്വേഷിക്കട്ടെ. പക്ഷേ ഇതൊന്നും കൊണ്ടല്ല കുട്ടി മരിച്ചത്. കുട്ടി മരിക്കാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു അനാട്ടമി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ NK റാമും മറ്റ് അധ്യാപകരും ഗുണ്ടകളെക്കാൾ കഷ്ടമായ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന നമ്മളൊക്കെ സോക്കോൾഡ് വിളിക്കുന്ന ഒരു താഴ്ന്ന ജാതിക്കാരനാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കൂടാതെ ഒരു വർണ്ണവെറിയും കൂടി ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇയാൾ വിളിച്ചുകൊണ്ടിരുന്നത് കറുത്ത പട്ടി, പുഴുത്ത നായ, കാട്ടുപോത്ത് എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ഇവനെ ഒരു കോളേജിൽ നിന്ന് സ്റ്റാഫ് റൂമിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു അധ്യാപകൻ പറഞ്ഞേക്കുന്നത്, കോളേജിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാല് കഴിഞ്ഞ് ഞങ്ങൾ തല്ലി ഓടിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ കോളേജ് കേരളത്തിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. വലിയ തോതിലുള്ള രോഷവും പ്രതിഷേധവും ഉയരേണ്ടതാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഈ പറയുന്ന റാമിനെയും അതുപോലെ ഡോക്ടർ സംഗീതിനെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. അതുപോലും പോരാ, ക്രിമിനൽ നടപടികൾ എടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഗൗരവമുള്ള മറ്റൊരു ഏരിയ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കേരളത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നേരത്തെ അധികം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ 10-50 കൊല്ലങ്ങൾ കൊണ്ട് നമ്മളതൊക്കെ കുറച്ച് വന്ന് ഇത്തരത്തിൽ ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ കുറയുകയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞൊരു 10-15-20 കൊല്ലമായി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ വളർച്ചയോടുകൂടി ജാതിയും മതവും അതുപോലെ തന്നെ അതിൽ മതത്തിനകത്ത ജാതിയും ഈ പറയുന്ന താഴ്ന്ന ജാതികളും ഒക്കെ തന്നെ വലിയ പ്രശ്നമാവുകയും നമ്മുടെ ഒരു വരേണ്യ ബോധമൊക്കെ തന്നെ ഉണരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നേരത്തെ ഇത് കേരളം ഇതിനൊരു അപവാദമായിരുന്നു കുറേയെങ്കിലും എന്നുള്ളതാണ് വാസ്തവം. ഉദാഹരണത്തിന് ആ കേരളം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പം ജനഗണമന എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, അതായത്
വലിയൊരു യൂണിവേഴ്സിറ്റികളിൽ പലതിലും തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ വരുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന വിവേചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വെറും ഒരു സിനിമാ കഥയല്ല, നിങ്ങൾ അറിയേണ്ടത് അതൊക്കെ തന്നെ യാഥാർത്ഥ്യമായി ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടക്കമുള്ള IITകളിൽ നിന്നടക്കം ഇത്തരത്തിലുള്ള താഴ്ന്ന സാധാരണ ജാതിയിൽപ്പെട്ട ആളുകൾ പഠനം നിർത്തിപ്പോയവരുടെ കണക്ക് കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് വലിയ കഷ്ടപ്പെട്ട് എൻട്രൻസ് എഴുതിയെടുത്ത് എന്നിട്ട് IITകളിൽ അഡ്മിഷൻ മേടിച്ച് അവിടെ ഫീസ് അടച്ച് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ 1 കോടി രൂപയും 2 കോടി രൂപയ്ക്ക് ശമ്പളം കിട്ടാവുന്ന ജോലികൾ കിട്ടുമെന്നറിഞ്ഞിട്ട് പോലും അതൊന്നും പൂർത്തിയാക്കാനാകാതെ പലപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കൂടാതെ ഇതിനൊക്കെ കാരണം വലിയ രൂക്ഷമായിട്ടുള്ള ആത്മഹത്യകൾ നടക്കുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നമ്മുടെ രാജ്യത്തെമ്പാടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതെന്നാണ് കണക്കുകളൊക്കെ തെളിയിക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്നും കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും കളിയാക്കി വിളിക്കപ്പെടുന്നത് പോലും അത്തരത്തിലുള്ള ചില പേരുകളിലാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ബിർളയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ഉണ്ട്. പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വലിയ ജോലികൾ കിട്ടും. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആളുകൾ തമാശയായി വിളിക്കുന്നത് ബ്രാഹ്മിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ള പേരിലാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വിളിക്കാൻ തന്നെ കാരണം, നിങ്ങളിപ്പോൾ പറയുമ്പോൾ അവിടെ പഠിച്ചിട്ടുള്ള നിരവധി ആളുകൾ, വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കനിഹ എന്ന് പറയുന്ന ഒരു നടിയെ നിങ്ങൾക്കറിയാം. ആ നടി ഇതുപോലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ പഠിച്ചിറങ്ങുന്ന നിരവധി കുട്ടികൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കോളേജുകൾ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. കേരളത്തിൽ നിന്നും ഇത്തരത്തിൽ ജാതിയൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തമായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഹരിജൻ എന്ന് പറഞ്ഞൊരു ടൂത്ത് പേസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മേടിച്ച് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ ഹോട്ടൽ എന്ന് വെക്കുന്നതിന് പകരം ഈ പറയുന്ന പോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ആളുകൾ അവിടെ കയറാൻ മടിക്കും. അതുകൊണ്ട് ജാതിയൊക്കെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യ ബോധവത്രം. അതേസമയം നിങ്ങൾ അറിയേണ്ടത്, നമ്പൂതിരീസ് എന്ന് പറയുന്ന ഒരു നമ്മൾ മറ്റേ പല്ല് തേക്കുന്ന പൊടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് മേടിച്ച് ഉപയോഗിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു കറിപ്പൊടി ഉണ്ടെങ്കിൽ നമ്മളത് മേടിച്ച് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല. അതേസമയം പുലയ എന്ന് പറയുന്ന ഒരു കറിപ്പൊടി ഉണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും മേടിച്ച് ഉപയോഗിക്കില്ല. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇത്തരത്തിൽ ജാതി ബോധം നമ്മളിൽ ഓൾറെഡി നിലവിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനോടൊപ്പം ഈ ജാതി ബോധത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിൻ്റെ പരിസരവും അതിനനുസരിച്ചിട്ടുള്ള ഒരു സാംസ്കാരിക പരിസരവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിതിൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക പരിസരത്തിൻ്റെയും ഒരു മാനസികാവസ്ഥകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഡോക്ടർ രാമിനെ പോലുള്ള ആളുകളുടെയും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളുടെ നമ്പറും ഇനി കൂടാനാണ് സാധ്യത. അതുകൊണ്ട് സമൂഹം വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ കാണേണ്ടതുണ്ട്. SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം മാത്രം ഈ കൊലപാതകത്തിൻ്റെ പുറത്ത് അതിശക്തമായിട്ടുള്ള നടപടി എടുക്കേണ്ടതുണ്ട്. ആ നടപടികൾ എടുക്കുന്നതിനേക്കാൾ കൂടുതലായി ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മുടെ പ്രചരണത്തിന് മുടക്കിയിട്ടുള്ള കോടികൾ അതിൻ്റെ ഒരു പകുതിയെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം, അതായത് ഈ പറഞ്ഞ പോലെ ജാതിയും മതവും ഒന്നുമല്ല, മനുഷ്യനാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ സ്കൂളുകളിൽ നിന്ന് കുട്ടികളടക്കം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഇല്ലാതാക്കേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള പ്രചരണം നടത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ സണ്ണി എം കവിക്കാട് എന്ന് പറയുന്ന കോൺഗ്രസ് വൈക്കത്ത് മത്സരിക്കാൻ വേണ്ടി സീറ്റ് കൊടുക്കുമെന്ന് ആദ്യം കേട്ടിരുന്ന, പിന്നീട് കൊടുക്കാതിരുന്ന സണ്ണി എം കവിക്കാടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. കാരണം ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ എൻ്റെ ജാതിയാണ് അവിടെ ഏറ്റവും ആദ്യം എത്തുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അജയ് തറയിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെ എത്രത്തോളം മോശമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ കൂടിയോ കുറഞ്ഞോ ഒക്കെ തന്നെ ജാതി ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് കുറച്ചുകൂടി ഉത്തേജിപ്പിക്കാൻ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനും BJPയുടെ രാഷ്ട്രീയത്തിനും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അവരുണ്ടാക്കിയിട്ടുള്ള ഒരു സാമൂഹിക പരിസരങ്ങൾക്ക് അതിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് യാഥാർത്ഥ്യം. അത് വിശ്വാസവും ഈ പറഞ്ഞ മതവും ഒക്കെ കൂടി രാഷ്ട്രീയത്തോട് കലരുമ്പോഴുണ്ടാകുന്ന വലിയ അപകടമാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് റൂട്ട് കോസാണ്, അല്ലാതെ കതിരിൽ വളമൊക്കെയല്ല. ഡോക്ടർ രാമിനെ നമുക്ക് ശിക്ഷിക്കാം, ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാം, സംഗീതനെ പറഞ്ഞുവിടാം. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെ പറഞ്ഞു വിടുന്നതിനോടൊപ്പം ഈ പറയുന്ന നിങ്ങൾ അറിയേണ്ടത് അവിടെയുള്ള പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണം. കാരണം ഈ കുട്ടി കാണാനില്ല, 3:30 ഉണ്ടായിട്ടുള്ള സംഭവത്തിന് അവർ 6:30 പോലീസിനെ അറിയിക്കുന്നത്. കൂടാതെ ഈ കുട്ടിയുടെ പിതാവ് വിളിച്ച് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ കേട്ടോളൂ, പുള്ളി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തിരിക്കുന്നു, ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടിയിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രിൻസിപ്പളൊന്നും പ്രിൻസിപ്പളായിട്ടിരിക്കാൻ യോഗ്യരല്ല. അതുകൊണ്ട് ഈ പ്രത്യേകിച്ചും ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റും
അതുപോലെ തന്നെ ഈ പറയുന്ന മെഡിക്കൽ അംഗീകാരം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ തന്നെ വളരെ ഗൗരവത്തിൽ ഇതെടുക്കുകയും കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒക്കെ വളരെ നിശ്ചിതമായിട്ടുള്ള ഇടപെടലുകൾ നടക്കണമെന്നും ഈ ആളുകളുടെ മനോഭാവം മാറ്റിയെടുക്കുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ആവശ്യപ്പെടുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കരുത്, ഈ 21ാം നൂറ്റാണ്ടിലും നമ്മൾ ശബരിമലയിൽ മേൽശാന്തി ആവണമെങ്കിൽ അത് ബ്രാഹ്മണനായിരിക്കണം എന്ന് പറയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വികാരം കൂടിയാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിധിന്മാർ ആവർത്തിക്കപ്പെടും എന്നുള്ളതാണ് വാസ്തവം.